കറങ്ങി കപ്പലിന്റെ പിൻഭാഗം തീരത്തേക്കടുത്തു. ഫെറി പോർട്ടാണിത്. പട്ടണത്തിന്റെ ഒരു പ്രധാന ഭാഗം ഇവിടെയാണ്. പോർട്ടുമായി ബന്ധപ്പെട്ട വലിയ കെട്ടിടങ്ങൾ, ഈജിയൻ കടലിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ദ്വീപ്, അവിടെ ചെറിയൊരു ജനസമൂഹം. ലിമേനാസ് എന്ന തെരുവാണ് ഇത്. ഫെറികൾ അടുക്കുന്ന സ്ഥലമായതിനാൽ അവിടെ ആളുകളുടെ വെയിറ്റിംഗ് കേന്ദ്രങ്ങളൊക്കെയുണ്ട്. എർമോപോളിയുടെ പൂമുഖം ഇതാണെന്ന് പറയാം. നഗരം മൊത്തത്തിൽ ഇവിടേക്ക് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ആളുകൾ വന്ന് ഇറങ്ങുകയും യാത്രയാവുകയും ചെയ്യുന്ന പ്രദേശം. കപ്പലിൽ നിന്നിറങ്ങിയ ജനക്കൂട്ടം തെരുവിലേക്ക് ഒഴുകി പരക്കുകയാണ്. 100-ലധികം ആളുകൾ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അവർ ഇറങ്ങുമ്പോൾ തന്നെ കുറെ പേർ കപ്പലിലേക്ക് കയറാനും തുടങ്ങി. ടൂറിസ്റ്റുകളോ ഈ ദ്വീപ് നിവാസികൾ തന്നെയോ ആകാം. കപ്പലിൽ നിന്നിറങ്ങിയവർ തീരത്ത് പല ഭാഗത്തേക്ക് ചിതറിപ്പോകുന്നു. ആ ജനക്കൂട്ടം നഗരത്തിൽ ലയിച്ചു ചേരുന്നത് കണ്ടു നിൽക്കുക രസമാണ്. ചിലർ ടാക്സി വിളിക്കുന്നു. മറ്റു ചിലർ നഗരത്തിലെ തങ്ങളുടെ താമസയിടത്തേക്ക് നടന്നു തന്നെ പോകാൻ തീരുമാനിക്കുന്നു. ആഥൻസിൽ പഠനത്തിനും ചികിത്സയ്ക്കും ജോലിക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമെല്ലാം പോയവരുണ്ടാകാം. ഒരു ഭാഗത്ത് കെട്ടിടങ്ങളാൽ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു മലയുണ്ട്. അതിന്റെ നെറുകയിൽ അജിയോസ് ജോർജിയോസ് എന്ന പള്ളി. 2 നൂറ്റാണ്ട് മുൻപ് നിർമ്മിതമായ പള്ളിയാണ്. മലയെ ആകെ തന്നെ പൊതിഞ്ഞു നിൽക്കുകയാണ് കെട്ടിടങ്ങൾ. ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കപ്പലിൽ നിന്നും കാറുകൾ ഇറങ്ങുന്ന നേരമായി. 20 കാറുകളെങ്കിലും സീറോസ് ദ്വീപിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാറുമായി ആഥൻസിലേക്കും സീറോസിലേക്കും ഈജിയൻ കടലിലെ മറ്റു ദ്വീപുകളിലേക്കും ഫെറിയിൽ യാത്ര ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അതാത് സ്ഥലത്തിറങ്ങി സ്വന്തം കാറിൽ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാമല്ലോ. ഇവിടെ ജീവിതം മറ്റൊരു താളത്തിലാണ്. ബ്ലൂ സ്റ്റാർ പോലെ സജ്ജമാക്കിയ ഫെറികൾ നമ്മുടെ ലക്ഷദ്വീപിലേക്കും മറ്റും പതിവായി സർവീസ് നടത്തിയാൽ ഏറെ സൗകര്യപ്രദമായിരിക്കും. ടൂറിസ്റ്റുകൾക്കും പോകാം. കാറുകളും ബൈക്കുകളും ഒക്കെയായി ഫെറിയിൽ യാത്ര ചെയ്യാം. നമ്മൾ എന്തുകൊണ്ടാണ് അത്തരം മാർഗങ്ങൾ സ്വീകരിക്കാത്തതെന്ന് ചിന്തിച്ചു പോകുന്നു. എർമോപോളി പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ വാപ്പൂറിയ എന്നൊരു ക്വാർട്ടറിലാണ് പരമ്പരാഗതമായി കപ്പലുകളിലെ ക്യാപ്റ്റന്മാർ കുടുംബസമേതം വസിച്ചു വരുന്നത്. പുരാതന കാലത്ത് പ്രതാപത്തോടെ നിലനിന്ന ദ്വീപായിരുന്നു സീറോസ്. റോമൻ ഭരണകാലത്ത് എർമോപോളി വലിയ ജനവാസ കേന്ദ്രമായിരുന്നു. കടൽ വ്യാപാരത്തിലൂടെ പ്രതാപികളായി മാറിയ ഒട്ടേറെ സമ്പന്നർ അക്കാലത്ത് ഈ നഗരത്തിൽ വസിച്ചിരുന്നു. മധ്യകാലത്ത് കടൽ കൊള്ളക്കാരുടെയും ബാർബേറിയന്മാരുടെയും ആക്രമണത്തിലാണ് സിറോസിന്റെ പ്രതാപം നശിച്ചത്. സിസിലിയന്മാരും അറബികളും തുർക്കികളും വെനീഷ്യന്മാരുമെല്ലാം പല കാലങ്ങളിൽ ഈ ദ്വീപിനെ കൊള്ളയടിച്ചിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ തുർക്കികൾ സീറോസ് പിടിച്ചെടുത്തു. ഗ്രീസിന്റെ മെയിൻലാൻഡിൽ ചെയ്തതുപോലെയുള്ള വലിയ അക്രമങ്ങൾക്ക് തുർക്കികൾ ഇവിടെ മുതിർന്നിരുന്നില്ല. അവർ ദ്വീപിന് പ്രത്യേകമായ ചില പദവികൾ തന്നെ അനുവദിച്ചു നൽകുകയും ചെയ്തു. ഗ്രീസിന്റെ സ്വാതന്ത്ര്യ സമര കാലത്താകട്ടെ ആഥൻസിൽ നിന്നും മറ്റുമുള്ള സമരനായകരുടെ ഒളിവിടവും സുരക്ഷിത കേന്ദ്രവുമായിരുന്നു സീറോസ്. കപ്പൽ നിർമ്മാണ മേഖലയാണ് ആദ്യകാലത്ത് സീറോസിന് വലിയ സാമ്പത്തിക ഭദ്രത നൽകിയത്. ഗ്രീക്ക് മിത്തോളജിയിലെ യുമായൂസ് എന്ന വീരന്റെ നാടാണ് സീറോസ്. ഹോമറുടെ ഒഡീസിയിൽ അക്കാര്യം പ്രതിപാദിക്കുന്നുണ്ട്. ആധുനിക കാലത്തെ പ്രമുഖ ഗ്രീക്ക് എഴുത്തുകാരായ ഇമ്മാനുവൽ റൂഡിയസ്, മൈക്കിൾ മെലാസ്, വോൾഗ ബ്രോമസ് തുടങ്ങിയവരെല്ലാം ഈ ദ്വീപിന്റെ സംഭാവനയാണ്. ഇതിവിടുത്തെ പോർട്ട് സ്റ്റേഷനാണ്. ഒരു പഴഞ്ചൻ കെട്ടിടം. ഇപ്പോൾ കപ്പൽ വരുന്നതിലും പോകുന്നതിലുമൊന്നും പോർട്ട് സ്റ്റേഷന് വലിയ റോളില്ലെന്ന് തോന്നും. കപ്പലിന്റെ 6-ാം നിലയിലെ ഓപ്പൺ ഡെക്കിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത എത്രയോ ദ്വീപുകളിൽ ആളുകൾ വസിക്കുന്നു. അവർക്കും ചരിത്രമുണ്ട്, അഭിമാനമുണ്ട്, ദേശസ്നേഹമുണ്ട്. അവർ ആരെയും വെറുക്കുന്നില്ല, എല്ലാവരെയും സ്വീകരിക്കുന്നു. ദ്വീപിന്റെ കാഴ്ചയിൽ മുഴുകി ഞാൻ നിന്നു.